ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടെ ഒരു കോമ്പൗണ്ട് ട്രേഡ് ചെയ്യുകയാണ്. കോമ്പൗണ്ട് ട്രേഡാണ്. സോ അത് ഒരു ഇട്ടിട്ട് ഒരു 4 ട്രേഡ് ചെയ്യാം. ഓക്കെ, സ്റ്റോക്ക് ഓൾറെഡി ഞാൻ അനലൈസ്ഡ് ആണ്. സോ ഞാൻ ഇവിടുന്ന് ഡൗൺ ഇട്ടു. ഓക്കെ, ഞാൻ സ്റ്റോക്ക് ഓൾറെഡി അനലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കോമ്പൗണ്ട് ട്രേഡാണ് കുറച്ചും കൂടി ബെറ്റർ. മീൻസ് ഒരു ബാക്കപ്പ് എമൗണ്ടൊക്കെ ഉള്ളവർക്ക് കോമ്പൗണ്ട് ട്രേഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. മീൻസ് ഒരു അക്കൗണ്ടിൽ 10,000-20,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2,000 ഇട്ട് കോമ്പൗണ്ട് ചെയ്യാം. അഥവാ ആ 2,000 ലോസ് ആണെങ്കിൽ വീണ്ടും ഇട്ട് ചെയ്യാം. അതല്ല അക്കൗണ്ട് ചെറിയ അക്കൗണ്ടുള്ളവരും ബാക്കപ്പ് എമൗണ്ട് ഇല്ലാത്തവരും കോമ്പൗണ്ട് ട്രേഡിന് ഇറങ്ങരുത്. അക്കൗണ്ട് ക്യാഷ് ഔട്ട് ആകും. സോ നിങ്ങൾ ഡെയിലി വിഡ്രോ ചെയ്യുന്ന രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി പോയാൽ മതി, ചെറിയ എമൗണ്ട്. ബാക്കി അക്കൗണ്ട് നല്ല വലിയ അക്കൗണ്ടിലും ബാക്കപ്പ് ഉള്ളവർക്കും കോമ്പൗണ്ട് ട്രേഡ് ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, ഞാനിപ്പം 3,000 ഇട്ടു. ഇത് പിന്നെ ആകുവാണെങ്കിൽ 5,550 നെക്സ്റ്റ് ഇടും. അത് കഴിഞ്ഞ് ഒരു 2-3 ട്രേഡ് മാക്സിമം. ഓക്കെ, ജസ്റ്റ് അത് പിന്നായിട്ടുണ്ട്. ഓക്കെ, 5,550 ജസ്റ്റ് അതൊരു ഡോജിയാണ്. ഞാൻ ഇട്ടത് ഡൗൺ ആകുന്നതിൽ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇട്ടത്. ഓക്കെ, ബട്ട് അവിടെ നല്ല ബയേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇവിടുന്ന് നോക്കട്ടെ. കൊണ്ടൊക്കെ ട്രേഡ് ചെയ്യാനും വേണം ഒരു. ഓക്കെ, റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇവിടുന്ന് ഒരു ഡൗൺ ഇപ്പോഴേ കൊടുത്തതാണ് കാര്യം. നെക്സ്റ്റ് ക്യാൻഡിൽ ഓക്കെ ഡൗൺ ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ 5 സെക്കൻഡ് 15 സെക്കൻഡ് അതൊക്കെ നിങ്ങൾ നോക്കി ഒന്ന് ട്രേഡ് ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാര്യം നിങ്ങൾ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് അറിയാൻ പറ്റും. അതെപ്പോഴും കുറച്ച് നല്ലതാണ് സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് അറിഞ്ഞിരിക്കാനായിട്ട്. 5 മിനിറ്റ് 15 സെക്കൻഡ് 1 മിനിറ്റ് മാത്രം നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് കോമ്പൗണ്ട് ട്രേഡ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നല്ല എമൗണ്ടൊക്കെ ഉള്ളവർക്ക്. വെറുതെ കിടന്ന് മറ്റേ ഓവർ ട്രേഡ് ചെയ്ത് എമൗണ്ട് കളയണ്ട. ഇതൊരു 3-4 ട്രേഡ് ചെയ്ത് എമൗണ്ടും കിട്ടും. നിങ്ങൾക്ക് ഒരു ദിവസത്തെ ട്രേഡ് നിർത്തുകയും ചെയ്യാം. ഓക്കെ, ഞാനത് ഇടയ്ക്ക് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അക്കൗണ്ടിൽ ഒരു 5,000 രൂപയൊക്കെ ഉള്ളവർ വെറുതെ 10ൻ്റെ താഴേക്കുള്ളവർ വെറുതെ കോമ്പൗണ്ട് ട്രേഡ് ചെയ്യാൻ മെനക്കെട്ടരുത്. അതല്ലെങ്കിൽ ഒരു 100-200 ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓവർ മീൻസ് ഹ്യൂജ് എമൗണ്ട് ഇട്ട് കോമ്പൗണ്ട് ചെയ്യരുത്. മിക്ക ആൾക്കാരും പേടിയാണ് ഈ ബിനോമ സ്കാമാണോ അതാണോ ഇതാണോ. ബിനോമ സ്കാമൊന്നുമല്ല, നമ്മൾ ചെയ്യുന്ന പോലിരിക്കും നമുക്ക് എമൗണ്ട് ഇട്ടുന്നത്. ഓക്കെ, വേളിൽ എല്ലാവരും ചെയ്യുന്ന ട്രേഡിംഗ് അല്ലേ. ഓക്കെ, അപ്പം ഈ ട്രേഡ് വിന്നായിട്ടുണ്ട്. നെക്സ്റ്റ് എമൗണ്ട് ഇടുക 10,267 ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് 10,267 അല്ലേ, 10,267. ഓക്കെ ഓക്കെ, ഇതും ചാടി കയറി ഞാൻ ട്രേഡ് ഡൗൺ ഇട്ടു, വേറൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ വേറെ കാര്യം നിങ്ങൾക്ക് കൂടെ ശ്രദ്ധിക്കേണ്ട പ്രധാന റീസൺ, നിങ്ങൾ സ്റ്റോക്ക് ഈ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ എടുത്തിട്ട് ജസ്റ്റ് നോക്കി അറിയാൻ പറ്റും ആ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, ഇവിടെ നിന്നൊരു ഓക്കെ ചെറിയ അവിടെ പെട്ടെന്ന് വന്നിട്ട് ജസ്റ്റ് അപ്പ് കയറാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഡൗൺ ആണ്. പിന്നെ ട്രെൻഡ് ലൈന് മാക്സിമം നിങ്ങൾ വരച്ചിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ ലൈനുണ്ട്, ഇപ്പം കുറച്ചും ബെറ്ററാണ്. അവിടെയൊക്കെ ലൈൻ ഇങ്ങനെ വരച്ച് നോക്കിയാൽ മതി. അതുപോലെ താഴെയും വരച്ച് നോക്കിയാൽ മതി, കുറച്ചും കൂടെ ബെറ്ററാണ് പഴയ ആപ്പിനെ സംബന്ധിച്ച്. ഓക്കെ, റൈറ്റ്, അത് വിന്നായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ട്രേഡും കൂടെ ചെയ്തിട്ട് നിർത്താം. ഓക്കെ, എമൗണ്ട് എത്രയായിരുന്നു വന്നത് ഞാൻ നോക്കിയില്ല. ഓക്കെ, എമൗണ്ട് 18. ഓക്കെ, റൈറ്റ്, 18,990. ഓക്കെ, എന്തായാലും ഈ ലാസ്റ്റ് ഈ ഒരു ട്രേഡ് എടുക്കാം, ട്രേഡ് എടുത്തിട്ട് നിർത്താം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെറിയ അക്കൗണ്ട് ആണെങ്കിൽ തന്നെ ഒരു 500 ഇട്ട് കോമ്പൗണ്ട് ട്രേഡ് ചെയ്താൽ മതി. 3-4-5 ട്രേഡ് എടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. വെറുതെ മറ്റേത് ചെയ്യുന്ന ഒരു 1,000 രൂപ ഉണ്ടെങ്കിൽ നാളെ അത് ഫുള്ള് കൊണ്ട് കളയണ്ട.
പിന്നെ പ്രധാനമായിട്ട് ഫിയർ ലെസ് മാറ്റാനായിട്ട് അക്കൗണ്ട് വലുതായിരിക്കണം, അല്ലെങ്കിൽ ബാക്കപ്പ് എമൗണ്ട് വേണം. എന്നാൽ നമുക്ക് പേടിയില്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ അക്കൗണ്ടിൽ സൂക്ഷ്മ 2000 രൂപ ഇട്ട് ഡെപ്പോസിറ്റ് ചെയ്യും, ട്രേഡ് ചെയ്യും, എമൗണ്ട് പോകും. കാരണം വെച്ചാൽ വേറെ ഇടാൻ എമൗണ്ട് കാണത്തില്ല, പേടിയായിരിക്കും. അങ്ങനെയൊക്കെ പേടിച്ച് ട്രേഡ് ചെയ്യുമ്പോഴത്തേന് എമൗണ്ട് ഫുൾ ലൂസ് ആവും. 1000 രൂപ ഇട്ടിട്ട് ചില ആൾക്കാരൊക്കെ എന്താ പറയുക 10,000 15,000 ഒക്കെ ഇങ്ങനെ ഇട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പോയിരുന്ന് കമൻറ്റ് ചെയ്തിരും. ഓക്കെ, ഇങ്ങനെ ചെറിയ എമൗണ്ട് ഇട്ടിട്ട് ട്രേഡ് പോകും, ഇങ്ങനെ ചെയ്ത് കളയും. അങ്ങനെ ഇട്ടത് നല്ലൊരു എമൗണ്ട് ഫസ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ഇട്ടിട്ട് ചെറിയൊരു എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലായ പേടിയും മാറും. നിങ്ങൾക്ക് അഥവാ ഒരെണ്ണം ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, എന്തായാലും ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ എത്ര എമൗണ്ട് പോയോ എന്നുള്ള കാര്യം നിങ്ങൾ അത് അത് വിടാതെ പിടിച്ചത് പഠിച്ച് അത് റിക്കവർ. നിങ്ങൾക്ക് എന്തായാലും ഒരു നാളെ കയ്യിലൊരു എമൗണ്ട് കയറും. ആ എമൗണ്ട് ഇട്ട് നിങ്ങൾ പോയ എമൗണ്ടിൽ റിക്കവർ ആക്കാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് ലോസ് സംഭവിക്കുന്നത് നിങ്ങൾക്കത് പഠിക്കുന്നതിന് മുന്നോട്ടായിട്ട് ലോസ് സംഭവിക്കും. എനിക്കാണെങ്കിൽ ഇഷ്ടംപോലെ ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ റീൽ അക്കൗണ്ടിലിട്ട് പഠിച്ചതാണ്, ഡെമോയിൽ പഠിച്ചതല്ല. ഓക്കെ റൈറ്റ്. ഓക്കെ, ഇവിടുന്ന് സെല്ലേഴ്സ് കിടന്ന് പിടിക്കുന്നുണ്ട്, ബട്ട് ഞാൻ ഇവിടുന്ന് ഡൗൺ കൊടുത്തു. ഓക്കെ, ഞാനിവിടുന്ന് ഡൗൺ കൊടുക്കാൻ പ്രധാന റീസൺ ഇവിടുന്ന് ഒരു കുറച്ച് താപങ്ങൾ വരേണ്ടതായിട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഡൗൺ കൊടുത്തത്. ഇത് ലോസ് ആവുകയാണെങ്കിൽ എൻ്റെ 19 രൂപയും പോവും. ഓക്കെ, ഇതുവരെ ചെയ്തതെല്ലാം ഫുൾ ഒറ്റയടിക്ക് പോവും. അതാണ് കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത. ഒറ്റയടിക്കാൻ വേണ്ടി ലോസ് ആകും, ഒറ്റയടിക്കാൻ വേണ്ടി കിട്ടും ചെയ്യും. ബാക്കപ്പിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം കോമ്പൗണ്ട് ട്രേഡിന് ഇറങ്ങുക, അല്ലാത്തതിൽ ഇറങ്ങരുത്. ഓക്കെ, എന്തായാലും ഗ്രീൻ ക്യാൻഡിൽ ആവുന്നു. ലെറ്റ്സ് സി എന്താവും നോക്കാം. ഓക്കെ, ഡൗൺ ഡൗൺ. അത് ഡോജിയായി ഗായ്സ്, ഒന്ന് ഡോജി ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പം ആ എമൗണ്ട് റിക്കവർ ചെയ്ത് എടുക്കണം. അതൊരു ക്യാൻഡിൽ. ഓക്കെ, കുഴപ്പമില്ല, തിരിച്ചു പിടിക്കാം. ശരി, ഓക്കെ, ഞാനിവിടെ അപ്പിട്ട് പോയ എമൗണ്ട് ഞാനിവിടെ അപ്പ് കൊടുത്തു. എനിക്ക് ഇത് ഫസ്റ്റ് റിക്കവർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് കോമ്പൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലായി കാണും. ഇങ്ങനെ ഒറ്റയടിക്ക് എമൗണ്ട് ലോസ് ആവാൻ സാധ്യതയുണ്ട്. സോ ബാക്കപ്പിൽ എമൗണ്ട് ഇല്ലാത്തൊരിക്കലും കോമ്പൗണ്ടിൽ ഇറങ്ങരുത്. അല്ലാതെ ഇറങ്ങിയൊക്കെ ഒരു കുഴപ്പമില്ല. അക്കൗണ്ട് ലക്ഷങ്ങളൊക്കെ ഉള്ളവർ കോമ്പൗണ്ട് ട്രേഡ് ഇറങ്ങാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇതിപ്പോൾ വിന്നായിട്ടുണ്ട്. ഇനി എനിക്ക് അടുത്തത് കോമ്പൗണ്ട് ട്രേഡിൻ്റെ ബാക്കി. ഓക്കെ, ഞാൻ കോമ്പൗണ്ട് ട്രേഡ് ചെയ്തായിരുന്നു, അത് പെൻഡിങ് കിടക്കുകയാണ്. സോ അത് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഓക്കെ റൈറ്റ്. ഓക്കെ, ഈ മോനെ അപ്പോൾ കൊടുത്തു, ബട്ട് ആ ക്യാൻഡിൽ എൻ്റെ ട്രേഡ് വീണത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ട്രേഡ് വീണത് കുറച്ച് മുകളിലായിപ്പോയി. എന്നിരുന്നാലും അത് വിന്നാകും. സോ അതുകൊണ്ട് ഞാനും പേടിക്കുന്നില്ല, നിങ്ങളും പേടിക്കണ്ട. 100% വിന്നാകും, ഉറപ്പാണ്. ഓക്കെ, അവിടുന്ന് ഫുള്ള് ബയേഴ്സിൻ്റെ ഏരിയ ആണ്. സോ അവിടുന്ന് അവരെ എങ്ങനായാലും ഇതുകൊണ്ട് വിന്ന് ആക്കിപ്പിക്കും. ഓക്കെ, ഇതിപ്പം ഞാൻ ഈ ട്രേഡും കൂടെ ചെയ്തിട്ട് നിർത്താണെന്ന് പറഞ്ഞത്. സോ ഇത് വിന്നാകുകയാണെങ്കിൽ ഇവിടെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഗൈസ്, അങ്ങനെ അതും ലോസ് ആയിരിക്കുകയാണ്. ബുൾഷീറ്റ്. ഓക്കെ റൈറ്റ്, ഞാൻ ഹ്യൂജ് എമൗണ്ട്, അതായത് 37,000 ഇട്ടിട്ടുണ്ട്. 38,000 ഇട്ടത് ഡൗൺ ആണ്. ഓക്കെ, ഇപ്പം ചെറുതായിട്ടൊരു പേടി ഇല്ലേ എന്ന് ചോദിച്ചാൽ പേടിയുണ്ട്. കാര്യം അത്ര എമൗണ്ട് പോയില്ലേ, 20 രൂപയ്ക്ക് പോയില്ലായിരുന്നു. സോ അതിൻ്റെ പേടി വരും. ആ പേടി വന്ന ട്രേഡ് എടുക്കുന്ന സിഗ്നൽ ലോസ് ആവും.
ആ പേടി വരുന്ന കാര്യം നിങ്ങൾക്ക് ബാക്കപ്പിൽ എമൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേടി വരും. സോ ബാക്കപ്പിൽ എപ്പോഴും എമൗണ്ട് കരുതിയിട്ട് ട്രേഡ് ചെയ്യണം. ഓക്കെ റൈറ്റ്. ഈ ഒരു ട്രേഡ് എന്തായാലും വിന്നാവും. ഓക്കെ റൈറ്റ്, അത് വിന്നായിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം എനിക്ക് ഇപ്പോൾ ലോസ് സംഭവിച്ചിട്ടില്ല, ഇപ്പോഴും 20 നിൽക്കുകയാണ്. സോ ആ ഒരു ട്രേഡ് എനിക്ക് കോമ്പൗണ്ട് ചെയ്യണം. സോ ഞാനിവിടുന്ന് വീണ്ടും ഡൗൺ ഇട്ടു. ഓക്കെ, ഞാൻ വീണ്ടും ഡൗൺ ഇട്ടു. ഓക്കെ, കോമ്പൗണ്ട് ട്രേഡിൻ്റെ ഒരു പ്രത്യേകത അതാണ്. എപ്പോഴായാലും നമ്മൾ ചിലപ്പം 10,000 ഇട്ട് 30,000 കൊണ്ട് ട്രേഡ് ചെയ്തിട്ട് ഒറ്റയടിക്ക് 30,000 ലോസായി പോകും. ആ ഒരു എമൗണ്ട് നമ്മൾ റിക്കവറാക്കി എടുക്കണ്ടേ. സോ അതിന് ബാക്കപ്പ് എമൗണ്ട് വേണം. മീൻസ് നമുക്കവിടെ ലോസ് സംഭവിച്ചിരിക്കുന്നത് വെറും 5,000 മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി 30,000 നമ്മൾ ട്രേഡ് നടക്കുകയല്ലേ. ഇപ്പം ഇവിടെ അതുപോലെ എനിക്കിവിടെ ലോസ് ആയിരിക്കുന്നത് വെറും 3,000 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 18 രൂപ സംതിങ് പോയപ്പോൾ ലോസ് ആയി കിട്ടിയത് എനിക്ക് 3,000 ഉള്ളായിരുന്നു. പക്ഷേ ഞാനത് കോമ്പൗണ്ട് ചെയ്ത് ഉണ്ടാക്കിയ പൈസയാണ് ആ എമൗണ്ട്. സോ എനിക്ക് നഷ്ടം 3,000 ഉള്ളൂ. അതായത് വീണ്ടും ട്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ, ഞാനിപ്പോൾ ട്രേഡ് ചെയ്ത് ഫുള്ള് എനിക്ക് എന്താ പറയുക റിക്കവറാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം കിട്ടിയത് 35 ഒരു 48. ഇനി എന്തായാലും ഒന്നും കൂടെ 35 ഒരു 48, എന്തായാലും ഇതും കൂടെ ട്രേഡ് ചെയ്യാം. റൈറ്റ്, ഈ ഒരു ട്രേഡും കൂടെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ചെയ്യേണ്ട. ഇപ്പം 2-3 ലോസ് സംഭവിച്ചു. ലോസ് സംഭവിച്ച പ്രധാന റീസൺ ഈ സ്റ്റോക്കും അവിടെ കുറച്ച് ഡോജീസ് വന്ന് അതിൻ്റെ ഒരു വിഷയമാണ്. സ്റ്റോക്ക് കുറച്ച് മോശമായതിൻ്റെ കുറച്ച് പ്രശ്നമാണ് അവിടെ സംഭവിച്ചത്. സോ എൻ്റെ ഫുള്ള് ഡോജിയാണ്, ഞാൻ ഡോജി ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ റൈറ്റ്. ഓക്കെ, ഞാനിവിടുന്ന് എന്തായാലും ഒരു ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, ഞാൻ ഡൗൺ കൊടുത്തു. റൈറ്റ്, മോനെ ഡൗൺ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ കിട്ടിയ ട്രേഡ് കുറച്ച് ലേറ്റായിപ്പോയി, കുറച്ച് താഴ്പോയി. ഇത് ലോസ് ആവാൻ 35,000. ഞാൻ പിന്നെ ഇതിൻ്റെ പുറകെ റിക്കവർ ചെയ്യാൻ വേണ്ടി ഓടേണ്ടി വരും. അങ്ങനെ ഓടി എമൗണ്ട് ലോസ് ആവുന്ന പരിപാടിയാണ് നിങ്ങളെല്ലാവരും കാണിക്കുന്നത്. അതായത് നമ്മൾ അതായത് റിക്കവറൊക്കെ തിരിച്ച് പിടിക്കാനായിട്ട് ശ്രമിക്കരുത്. അക്കൗണ്ട് ബാലൻസ് ഇല്ലാത്തവർ, മീൻസ് ചെറിയ അക്കൗണ്ടൊക്കെ ഉള്ളവർ. ഓക്കെ, എന്തായാലും പിന്നായിട്ടുണ്ട്. നമുക്ക് 65,000 രൂപ നമ്മൾ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കി. ഓക്കെ റൈറ്റ്. നമുക്ക് ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ചില ഒരു ട്രേഡ് ചെയ്യുന്നത് കാണാൻ പറ്റും, ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്നത്. ഓക്കെ, അവർക്കൊക്കെ നിസ്സാരമാണ്. ഒരു ട്രേഡിങ് ലോസ് ആയാൽ അവരുടെ ഒരു ട്രേഡിങ് ലോസ് ആവുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ ലക്ഷങ്ങളാണ്. ഓക്കെ, അവർക്ക് അതുപോലെ റിക്കവർ ചെയ്യാൻ പറ്റും, അക്കൗണ്ട് ബാലൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അവർക്ക് അതിൻ്റെ പേടിയില്ല. ഓക്കെ, നമ്മളിപ്പോൾ ട്രേഡ് ചെയ്ത് വെറും 3,000 രൂപ കിട്ടിയതാണ്. ഇപ്പോൾ 65,000 രൂപ നമ്മൾ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്കും സിമ്പിളായിട്ട് ട്രേഡ് ചെയ്ത് ഉണ്ടാക്കാം. പക്ഷേങ്കിൽ നമ്മുടെ അക്കൗണ്ട് പലതരക്കാണ്. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ വേണം, അല്ലെങ്കിൽ ചെറിയ അക്കൗണ്ട് ഇട്ടിട്ട് വലിയൊരു അക്കൗണ്ടൊക്കെ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ ട്രെൻഡ് ലൈനൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് പ്രൈസ് ആക്ഷനും സ്റ്റോക്ക് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്താണ്. ഇവിടെ ഞാൻ വേറെ ഒന്നും ഇൻഡിക്കേറ്റേഴ്സോ മറ്റ് സംഭവങ്ങളൊന്നും യൂസ് ചെയ്തില്ല. അതിൻ്റെ ആ ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്. നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ഇതിൻ്റെ സ്റ്റോക്കിൽ അറിയാവുന്നതുകൊണ്ട് ട്രേഡ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ട്രെൻഡ് ലൈന് സപ്പോർട്ട് ചെയ്യുന്ന പ്രൈസ് ആക്ഷനെല്ലാം നോക്കിയിട്ട് മാക്സിമം ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പം ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.